ഓം ശ്രീരാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം ഹനുമൽ സ്വാമിയേ നമഃ. ഓം ലക്ഷ്മണസ്വാമിയേ നമഃ. ഓം ഭരതശത്രുഘ്നസ്വാമിയേ നമഃ. യുദ്ധകാന്ഡം സമാരംഭം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപതേ രാമകഥാമൃതപാന പൂർണ്ണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേത്തുമേ ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം യുദ്ധമാകന്യ ചൊല്ലേടിനാൾ കിളിമകൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിൻ എങ്കിലും ചന്ദ്രചൂഢൻ പരമേശ്വരനേശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളേടിനാൻ ചന്ദ്രാനനെ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരോടമോദ അരുൾ ചെയ്തിതാതരാൽ. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവോ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ധിശതയോജനായതമശ്രമം ലംഘിച്ച് രാക്ഷസവീരരെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. എങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങുമൊരു നാളുമില്ല എന്നു നിർണയം. ഹരേ. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കീശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ത്രനികേതനം ബുക്കിരുന്നിടിനാൻ.
ആതിഥേയ സുരേന്ദ്രാദികൾക്കുമരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ച് നാണിച്ചു രാവണൻ. മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയും അല്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടുവന്നകമ്പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാൻ ഉപവനം. നക്തഞ്ചരന്മാരെയും വധിച്ച് എന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നെയെ സ്വസ്ഥനായി പോയത് ഓർത്തോളം നമുക്കുള്ളിൽ എത്രയോ നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധി തന്നുത്തര തീരെ മറുവേടിനാൻ. കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നേലൊരാപത്തുമിനിയും മമഹിതം. നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ, എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നേതധമവും ഇദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ഇതം ദുസാധ്യമാം. സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും സദാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ച് അനന്തരം നല്ലത് ഇതെന്നൈക്യമത്യമായേവനുമുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതോ. മധ്യമമായുള്ള മന്ത്രമതെന്നിയേ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞതും സാധിപ്പതെന്നോ. ദുസ്തർക്കം പറഞ്ഞതും ബാധിച്ചു മറ്റേവനും പറഞ്ഞ് ഈർഷ്യയാകാലുഷ്യ ചേതസാ കൽപ്പിച്ചു. കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നദമമെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. എങ്ങനെ രാവണൻ ചെന്നതു കേട്ടളവെങ്കിതജ്ഞന്മാർ നിശാചരന്മാർ ചൊല്ലിയിടിനാൻ. ഹരേ ശ്രീരാമ നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇരുന്നൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചിതു മനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്യത്ഭുതം.
വൃത്രാര്യയെ പുരായുധേ ജയിച്ചുടൻ വിധ്വാവിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേകനിനാഥനദോർക്കന്യേ വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാ ചിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്ത് കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലൊരു ഭയവും ഉണ്ടാവും. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാറു മറ്റുള്ളതു ചൊല്ലുന്നേ. പിന്നെ മയനാം മഹാസുരൻ പേരിച്ചു കന്യകാരത്നത്തെ നൽകിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലമിളക്കിയെടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികൾ എല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാം ഒന്നുപേക്ഷിക്ക കാരണാൽ ഏതും ഒരാമയമെന്നേ പൊയ്ക്കൊണ്ടതും അവൻ ഞങ്ങൾ ആരാനുമറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. രാക്ഷസരാജാ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല കൊണ്ടൽ നേർ വർണ്ണനും ജാനകി ദേവിയെ കൊണ്ടു കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളത് ചൊന്നതു കേട്ടോരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലേടേനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരുകേ മരുവിന് ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോട് ചൊല്ലുകിലാശുനീ. വധ്യനാം എന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബോജമെന്നിൽ മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നോ തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ള നാൾ സത്വരം. നാലമാത്യന്മാരുമായി അവനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയം മിത്രഭൃത്യൗഗവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വേണുവണങ്ങിരിനാൻ. അഗ്രജൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ. അന്നേരം ആപത്ത് എനിക്ക് വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയം മിഞ്ഞിതിനില്ല എന്ന് നിർണയം. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന് ആമോദമോടിങ്ങു വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭവാനുള്ളിലേൽക്കുന്നതും പ്രഭോ.
രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം, പിന്നെ അതിന് അന്യതാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം വാൽമീകി മഹർഷയേ നമഃ. ഓം ആഞ്ജനേയായ നമഃ. ഓം സീതാഭരത ലക്ഷ്മണ ഹനുമാൻ സമേതനായ ശ്രീരാമചന്ദ്ര പ്രഭുവേ നമഃ. സംപൂജ്യരായ സജ്ജനങ്ങളെ, രാമായണത്തിലെ നിത്യജീവിതത്തിന് എങ്ങനെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാം എന്ന് ഒരു യുദ്ധത്തിലൂടെ കൂടി കാണിച്ചു തരുന്ന യുദ്ധകാണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഹനുമാൻ്റെ ആ ലങ്കയിൽ നിന്നുള്ള തിരിച്ചറിവ് സീതാദേവിയെ കണ്ട് ആ സന്തോഷത്തോടു കൂടി മടങ്ങിയ ഹനുമാനും ശ്രീരാമനും ചിന്തിച്ചു, ഹനുമാന് ലങ്കയിലേക്ക് ചേടാൻ താരകമന്ത്രം മതിയായിരുന്നു. പക്ഷേ ആ താരകമന്ത്രം ആർക്ക് പറ്റില്ല? ശ്രീരാമന് പറ്റില്ല. ശ്രീരാമൻ എന്ത് വേണം? ചിറകെട്ട് തന്നെ വേണം. അപ്പം മൊത്തത്തിൽ ഇവർ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങേപുറത്ത് രാവണൻ്റെ സന്നിധിയിൽ വലിയൊരു ചർച്ച നടക്കുക. പേടിയായി. ചെറിയൊരു കുരങ്ങൻ വന്ന് ആ 27 ഗോപുരങ്ങളും, 27 ഗോപുരം എന്ന് പറഞ്ഞാൽ ആകെ 1-2 യോജനയുള്ളൂ. അത്രയും സ്ഥലങ്ങളിൽ ചെറിയൊരു അംശം ഹനുമാൻ തന്നെ പറയേണ്ടത് അത് നശിപ്പിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു വൻ വിജയം. അപ്പം ഇങ്ങനൊരു വാനരൻ വന്ന് ഇത്രയും അനർഘം നീക്കിയപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു അതൊന്നും വിഷയമല്ല പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നിസ്സാരനായിട്ട് കാണാൻ പറ്റില്ല എന്നാ. നമുക്കൊരു കാര്യം ചെയ്യാം, കുംഭകർണനെ വിളിച്ചുണർത്താൻ പറഞ്ഞു. കുംഭകർണൻ 6 മാസം രാത്രിയും 6 മാസം മീൻസ് 6 മാസം ഉറക്കും 6 മാസം ഉണർന്നിരിക്കലാണല്ലോ. എല്ലാവരും കൂടി എന്തൊക്കെ ശ്രമം എടുത്തിട്ടും കാര്യമില്ലേ. നമ്മുടെ ആൾക്കാരെ മാതിരി എത്ര ഈ പച്ചച്ചാണത്തിന് തീ പിടിച്ച മാതിരിയാ, ആളി കത്തില്ല. അവസാനം കുംഭകർണനെ വിളിക്കപ്പോൾ കുംഭകർണനോട് വിവരങ്ങൾ പറഞ്ഞ കുംഭകർണൻ പറഞ്ഞു, ഏട്ടാ സീതാദേവി ലക്ഷ്മിയുടെ അംശം തന്നെ. ആ സീത ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? ഇതിനെല്ലാം എന്നെ ഞങ്ങൾ ഉണർത്തിച്ചതേ. ഇവിടെ രാവണൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അവിടെ രാവണൻ പറഞ്ഞു ഞാൻ ധർമ്മ പറയണതേ. ഈ രാമായണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ പൊക്കി പറയുന്നുണ്ട്. ഇത്രയ്ക്കായിട്ടും രാവണൻ ഒന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ സീതാദേവി ഏത് രാജ്യത്ത് വാഴുന്നുണ്ടോ ആ രാജ്യത്ത് സമ്പത്തുണ്ടായിരിക്കും, ഐശ്വര്യം ഉണ്ടായിരിക്കും, അനർഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് സീതാദേവിയെ കൊണ്ടുവന്ന്. പക്ഷേ സീതയുടെ സമ്മതമില്ലാണ്ട് ഞാൻ തൊടില്ല. രാവണൻ്റെ ധർമ്മം രാവണൻ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ ഉപദേശിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിഭീഷണൻ വന്നു. വിഭീഷണൻ പറഞ്ഞു, ഏട്ടാ എങ്ങനെയൊക്കെ ആയില്ലേ, ഒന്ന് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ വിഭീഷണോട് പറഞ്ഞു നിനക്ക് പറ്റില്ലെങ്കിൽ പോക്കോ, ഇവിടെ നീ വരണ്ട. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ കുംഭകർണൻ ലാസ്റ്റിൽ പറഞ്ഞു കേട്ടോ, ഓരോരുത്തരും അവരവരുടെ ധർമ്മം പറയാം. ഒരു അനുജൻ്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് തെറ്റായ വഴിയിലൂടെ ഏട്ടൻ പോകുമ്പോൾ ശരിയായ വഴി ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു അനുജൻ്റെ ധർമ്മത്തിൽ ച്യുതി സംഭവിക്കുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് കാട്ടിക്കൊടുത്ത ആളാണ് കുംഭകർണനും വിഭീഷണനും. കുംഭകർണൻ പിന്നെ പറഞ്ഞു ഞാൻ എൻ്റെ വഴി കാണിച്ചു തന്നു, എൻ്റെ ധർമ്മം പറഞ്ഞു, അനുജൻ്റെ ധർമ്മം ഞാൻ പറഞ്ഞു. ഇനി ഏട്ടന് സമ്മതമല്ലെങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാം, ഏട്ടൻ പറഞ്ഞ പോലെ ചെയ്യാം. വിഭീഷണൻ എന്ത് പറഞ്ഞു, എന്നെ ഒഴിവാക്കും, എനിക്കിതിൽ പറ്റില്ല. കാരണം എന്താണെങ്കിൽ ആ
നല്ല വഴി കൂടെ പോകേണ്ട നമ്മൾ നമ്മുടെ ധർമ്മം മനസ്സിലാക്കണം. ഒരു സുഹൃത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ രാവണനെ ആ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ തടുത്ത ആൾ വിഭീഷണൻ പറഞ്ഞു ദൂതനെ കൊല്ലരുത്. അങ്ങനെയാണ് അടയാളം വെച്ചു കൊടുത്തത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ യുദ്ധം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, രാമരാവണ യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിരവധി രാക്ഷസന്മാരുണ്ട്. രാമൻ തന്നെ എന്താ ധർമ്മത്തിൻ്റെ മൂർത്തിഭാവ. അതുകൊണ്ടാണല്ലോ പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ സേതു സത്യപരാക്രമ. രാമൻ ധർമ്മത്തിൻ്റെ ഭാഗം നിൽക്കും. രാമന് ഭക്തിയുണ്ട്, രാമന് വിനയുണ്ട്, രാമന് ദയുണ്ട്, രാമന് കരുണുണ്ട്. രാവണൻ അധർമ്മത്തിൻ്റെ ഭാവമായിട്ടാണ് കാണുന്നത്. രജോ ഗുണം കൂടുതൽ ഇവിടെ വരുന്നത്. എല്ലാ മനുഷ്യരും ഇതുണ്ട്. ഇതിനെയാണല്ലോ ഭഗവാനെ സംബന്ധിച്ച് ഒന്നൊരു വിഷയമല്ല. ഇപ്പം എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ളൊരു സംശയമുണ്ട്, ഒരു കോമൺ സംശയം. ഞാൻ ഇപ്പം നിങ്ങളുടെ മുള്ളിൽ നിങ്ങളുടെയൊക്കെ സംശയം തീർക്കുകയാണ്. അതായത് ഈ 33 മുക്കോടി ദേവന്മാരെ ഏറ്റവും അടിയിലേ പറഞ്ഞു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ പറഞ്ഞു. ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മീതെയാണോ അവതാരങ്ങൾ? അത് വലിയൊരു സംശയമാണിപ്പോൾ. അതായത് സാക്ഷാൽ ഭഗവാൻ കൂടാണ്ട് ഗോലോകത്തിൽ താമസിക്കുന്ന ശ്രീകൃഷ്ണനാണ്. അപ്പോൾ നാരായണൻ്റെ അവതാരങ്ങളാണ്. ഈ നാരായണനിൽ നിന്നും ഈ അവതാരങ്ങളെ സഞ്ചരിക്കാനുള്ള ഒരു പാസേജ് മാത്രമാണ് വിഷ്ണുവിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മീതെയാണ് നമ്മുടെ നരസിംഹമൂർത്തി ആയാലും ശരി, വരാഹമൂർത്തി ആയാലും ശരി, ഏത് അവതാരം എടുത്താലും ശരി, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മീതെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രീകൃഷ്ണൻ ഗോലോകത്തിൽ തന്നെയാണ്. ഏറ്റവും മുകളിൽ തന്നെയാണ് കിടക്കുന്നത്. അത് പല ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞാൽ തന്നെ നടക്കില്ല, അത്രയ്ക്ക് പറയാണ്ട് എവിടെ എത്തൂല. അപ്പോൾ ഈ ശ്രീരാമൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ മീതെ തന്നെയാണ്. അവതാരം എടുത്തിട്ട് ഭൂമിയിലേക്ക് വന്നു എന്ന് മാത്രം. ശ്രീകൃഷ്ണൻ അവതാരം എടുത്ത് സമ്പൂർണ്ണ അവതാരമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഒരു രാക്ഷസൻ വരാണ്ട് വീടുകളിൽ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ദേഷ്യം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ രജോ ഗുണമുള്ള ആൾക്കാർ, രാവണനെ പോലുള്ള ആൾക്കാരാ. വിഭീഷണനും അതുപോലെ കുംഭകർണനും ആ ധർമ്മം ഉപദേശിച്ചപ്പോൾ അവരോട് പെട്ടെന്ന് തൻ്റെ അനുജനാവുകൊണ്ട് മെല്ലെ പറഞ്ഞാൽ പോരെ. വിഭീഷണൻ പറഞ്ഞപ്പോൾ മെല്ലെ പറഞ്ഞാൽ പോരെ രാവണന്. അല്ലെങ്കിൽ കുംഭകർണൻ പറഞ്ഞു ഏട്ടാ ആ സീതാദേവിയെ കൊണ്ടു കൊടുക്കൂ പറഞ്ഞപ്പോൾ പെട്ടെന്ന് രാവണന് ദേഷ്യം വന്നു. രാവണന് ദേഷ്യം വരാനുള്ള കാരണം എന്താ? അഹങ്കാരം. മനുഷ്യൻ്റെ ജീവിതത്തിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് അഹങ്കാരം എന്തായിട്ട് മാറും? ദേഷ്യമായിട്ട് മാറും. ആ ദേഷ്യമായി മാറുമ്പോൾ എന്തുണ്ടാവും? ശബ്ദം ഉയരുമ്പോൾ എന്താ? താൻ സ്നേഹിക്കുന്ന, തന്നോട് ഉപദേശിക്കുന്ന അനുജന്മാരെല്ലാവരും തന്നെ എവിടെയാ? ദൂരത്തായി, അങ്ങകലെയായി. അപ്പം അങ്ങകലെയായുള്ള ആളെ വിളിക്കാൻ മെല്ലെ സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ രാവണൻ്റെ അഹങ്കാരം കൊണ്ട് അനുജനോട് ആദ്യമേ സംസാരിച്ചിരുന്ന ആ രാവണൻ കുംഭകർണനോടും വിഭീഷണനോടും ഈ അഹങ്കാരം നിമിത്തം ദേഷ്യം വന്നപ്പോൾ മനസ്സിൽ അനുജൻ എന്ന് പറയുന്ന ആ സ്ഥാനം അകലെയായിപ്പോയി. ദേഷ്യം വന്ന സ്ഥാനം അകലെയാകുമ്പോൾ അകലെയുള്ള ആളെ വിളിക്കാൻ എന്ത് വേണം? ഉറക്കെ വിളിക്കണം. അപ്പോൾ മനസ്സിൻ്റെ സ്ഥാനം അകലും തോറും നമ്മുടെ ശബ്ദമുയരും. അതുകൊണ്ട് നിത്യജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന രജോ ഗുണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അഹങ്കാരം വന്നാൽ ദേഷ്യം വരും, ദേഷ്യം വന്നാൽ ശബ്ദമുയരും. അതുകൊണ്ട് നിത്യജീവിതത്തിൽ പരമാവധി അഹങ്കാരത്തെ നമ്മൾ ഉന്മൂലനം ചെയ്ത് ജീവിക്കണമെന്ന് ഒരു വ്യക്തമായി കൊടുക്കുക തന്നെയാണ് രാമായണം ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.